നീലത്താമര എന്ന് പറയുന്നൊരു സിനിമയിൽ തുടങ്ങി ഇതുവരെ എത്തി നിൽക്കുമ്പോൾ ഒരു അഭിനേത്രി എന്ന നിലയിൽ അർച്ചന കവിക്ക് എന്ത് തോന്നുന്നു? നീലത്താമര ഇപ്പോൾ 2009 റിലീസായി. അത് ഇപ്പോൾ 2 വർഷമായി ഞാൻ ഇൻഡസ്ട്രി വന്നിട്ട്. പക്ഷെ എന്നാലും ഞാൻ എന്നെ ഒരു ന്യൂ കമ്മറായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ ഈ 2 വർഷത്തിൽ ഞാൻ ചെയ്ത 5 ക്യാരക്ടേഴ്സ് ഡിഫറെൻ്റ് ആയുള്ള ക്യാരക്ടേഴ്സാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു റിഗ്രറ്റ് ഒന്നുമില്ല. ബിക്കോസ് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, ഇനി മുന്നോട്ട് ഒരു 5 വർഷം 10 വർഷം ഉണ്ട്. അപ്പോൾ ആ ഡ്യൂറേഷനിൽ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എൻ്റെ ഡ്രീം റോൾസ് കിട്ടാനുള്ളൊരു ചാൻസസ് ഉണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ ഒരു റിഗ്രറ്റ് ഒന്നുമില്ല. വളരെ കോമ്പറ്റീഷനുള്ള ഫീൽഡാണ്. പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്യേണ്ടി വന്ന അനുഭവം ഉണ്ടായിട്ടുണ്ടോ? കോമ്പറ്റീഷൻ എല്ലാ ഫീൽഡിലുള്ള ഒരു കാര്യമാണ്. അത് ഇപ്പം ഈ ഫീൽഡിൽ കോമ്പറ്റീഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ഐ തിങ്ക് കുറച്ചും കൂടെ വിസിബിളാണ്. മീഡിയ ഫീൽഡ് ആയതുകൊണ്ട് കുറച്ചും കൂടെ വിസിബിളാണ്. അല്ലാതെ കോമ്പറ്റീഷൻ നമ്മളെ എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറയില്ല. ബിക്കോസ് കുഞ്ഞുമാലു എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ MT സാറും ലാൽ സാറും ഡിസൈഡ് ചെയ്തപ്പം 2000 ആൾക്കാരെ ഓഡിഷൻ ചെയ്തെന്നാണ് ഞാൻ അറിഞ്ഞത്. അതിൽ നിന്ന് എന്നെ ലൈക്ക് ഐ എം സെലക്റ്റഡ് അല്ലേ. അപ്പോൾ അങ്ങനെ ഇനി മുന്നോട്ട് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്, ഡയറക്ടേഴ്സ് അവർ ക്യാരക്ടർ എഴുതുമ്പോൾ ഇഫ് ദേ തിങ്ക് ഐ ഫിറ്റ് ഓൺ ദ ക്യാരക്ടർ എനിക്ക് കിട്ടും. അല്ലാതെ ലൈക്ക് കോമ്പറ്റീഷൻ ആയതുകൊണ്ട് ഞാൻ മിസ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ എന്താണ് ഡിമാൻഡ് ചെയ്യാറുള്ളത്? ഇല്ല, ഞാൻ അങ്ങനെ ബിക്കോസ് നമ്മളുടെ അടുത്ത് ഇനീഷ്യലി ഞാൻ ഒരു നീലത്താമര കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മളുടെ അടുത്ത് 1 ലൈൻ ആയിരുന്നു യൂഷ്വലി ആൾക്കാർ വന്ന് പറയുക. സ്ക്രിപ്റ്റ് ഒന്നും വന്ന് സ്ക്രിപ്റ്റ് വായിച്ച് കേൾപ്പിക്കുക അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് കേൾക്കാൻ ഉള്ള ചാൻസ് ഒന്നും നമുക്ക് കിട്ടാറില്ല. മമ്മി ആൻഡ് മീ വാസ് എ സർപ്രൈസ് ബിക്കോസ് ജിത്തു സാർ എൻ്റെ അടുത്ത് വന്നിട്ട് സ്ക്രിപ്റ്റ് എൻ്റെ കയ്യിൽ തന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ ക്യാരക്ടറിനെ കുറിച്ച് ഒന്നും പറയാൻ പോകുന്നില്ല, ഈ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഇതിൽ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പം ഞാൻ അത് കഴിഞ്ഞ് ചെയ്ത പടമാണ് ബെസ്റ്റ് ഓഫ് ലക്ക്. അത് ഞാൻ 1 ലൈൻ മാത്രം കേട്ടിട്ട് ചെയ്തൊരു ക്യാരക്ടർ ഒരു മൂവിയാണ്. അപ്പം ഞാൻ അതുകൊണ്ട് പഠിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 1 ലൈൻ ഇപ്പം ഞാൻ കേൾക്കുമ്പോൾ വേറൊരു ഇമാജിനേഷനിലായിരിക്കും കേൾക്കുന്നത്, പറയുന്ന ആൾ വേറൊരു ഇമാജിനേഷനിലായിരിക്കും. അപ്പം സ്ക്രിപ്റ്റ് നമുക്ക് വായിക്കാൻ കിട്ടിയാൽ ഇറ്റ് വുഡ് ബി ബെറ്റർ. എനിക്ക് വേണ്ടി എനിക്ക് ഡെസിഷൻ എടുക്കാനും അങ്ങനെ. അപ്പം മാക്സിമം ഞാനിപ്പോൾ പറയാറുള്ള എനിക്ക് സ്ക്രിപ്റ്റ് ഒന്ന് കേൾക്കണം എന്നാണ്. അല്ലാതെ വലിയ ഡിമാൻഡ്സ് ഒന്നും വെക്കാറില്ല, എനിക്ക് തോന്നില്ല. അർച്ചനയുടെ തെറ്റായൊരു തീരുമാനം കൊണ്ട് നല്ല വേഷങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഏത് ഫീൽഡിലും നമ്മൾ ഇനീഷ്യൽ ഒരു 2 വർഷം നമ്മൾ മണ്ടത്തരം കാണിച്ചേ പഠിക്കുകയുള്ളൂ. അങ്ങനെ ഞാനും കുറേ കാണിച്ചിട്ടുണ്ട്. ഇപ്പം എനിക്ക് കാര്യസ്ഥൻ മൂവി ഓഫർ ചെയ്തതായിരുന്നു. അത് ഞാൻ വേറെ ഡേറ്റ് ക്ലാഷ് ഇത് ഡിസിഷൻ മേക്കിംഗ് അല്ലാതെ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പോലും നമ്മൾ പഠിച്ചു വരുന്നേ ഉള്ളൂ. അതിൻ്റെ അപ്പുറം ഇപ്പം നീലത്താമരയുടെ സ്റ്റില്ലും സോങ് റിലീസായപ്പം എനിക്ക് കൂടുതൽ ഓഫേഴ്സ് വന്ന് തമിഴിൽ നിന്നായിരുന്നു. ആ സമയത്ത് എൻ്റെ മൈൻഡ് സെറ്റ് എന്നായിരുന്നു എന്ന് വെച്ചാൽ തമിഴ് പ്രോജക്റ്റോ. ബിക്കോസ് ഞാൻ ഒരു വെരി ഓർഡിനറി ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. ആൻഡ് ഞാനിപ്പം ആസ് എൻ ഓഡിയൻസ് ഒരു പടം കണ്ട് എൻജോയ് ചെയ്ത് പുറത്തേക്ക് പോകുന്ന കുട്ടിയാണ് ഞാൻ. അതിൻ്റെ ഡയറക്ടർ ആരാന്ന് ചോദിച്ചപ്പോൾ എനിക്ക് അറിയില്ലായിരിക്കും. ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ട് ലൈക്ക് ആക്സിഡൻ്റലി ഇൻ ടു എ ഫിലിം ആൻഡ് ആ ഫിലിം സൂപ്പർ ഹിറ്റായി, കുഞ്ഞുമാലു ഹിറ്റായി, അങ്ങനെ ആൾക്കാർ എന്നെ അറിയാൻ തുടങ്ങി. പിന്നെ ഒരു പ്രൊഫഷണലിസമാണ്. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി ഞാനൊരു ഇൻഡസ്ട്രിയിലാണ്. മൈ ഫാദർ ഡസൻ ബിലോങ് ഹിയർ. എൻ്റെ പേരൻസ്, എൻ്റെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല പറഞ്ഞു തരാൻ ശരി ഇതാണ് തെറ്റാണ്. പക്ഷെ ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വരുന്ന കുട്ടിക്ക് ഇത്ര അറിയാം ഈ വരുമ്പോൾ തന്നെ തമിഴിലേക്ക് പോകണോ, അതൊരു നാച്ചുറൽ ഒരു ടെൻഡൻസിയാണ് നമ്മളിലുള്ള. അപ്പോൾ ആ സമയത്ത് ഞാൻ തമിഴ് പ്രോജക്റ്റ് വരുമ്പോൾ ഞാൻ കേൾക്ക് പോലില്ലായിരുന്നു. ഒരു സ്ക്രിപ്റ്റ് കേൾക്കാൻ അല്ലെങ്കിൽ ഡയറക്ടറിനെ മീറ്റ് ചെയ്യാൻ അത്രയും പോലും എനിക്ക് പോകാനുള്ളൊരു മനസ്സുണ്ടായില്ല. അത് ഡെഫിനറ്റ്ലി എൻ്റെ ഒരു നെഗറ്റീവാണ്. ഇപ്പം ഞാനിന്ന് ആലോചിക്കുമ്പോഴും കുറേയൊക്കെ പടങ്ങൾ എൻ്റെ അടുത്ത് ഓഫേഴ്സ് വന്നത് ഇറ്റ്സ് സൂപ്പർ ഹിറ്റ്, ഹ്യൂജ് ഹിറ്റാണ്. അപ്പം ഞാൻ ഇരുന്ന് ആലോചിക്കുമ്പോൾ ഞാൻ അത് ചെയ്തായിരുന്നെങ്കിൽ ഞാൻ എവിടെ എത്തിയേനെ. പക്ഷേ ഇറ്റ്സ് ഓക്കെ, എങ്ങനെയെങ്കിലും അതിൻ്റെ ഇക്വിവാലൻറ്റ് വേറെ എന്തെങ്കിലും വരും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്.
ഒരു വ്യക്തി എന്ന നിലയിൽ സിനിമയിൽ നിന്നും എന്താണ് പഠിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? ഇപ്പം ഞാൻ ആസ് എ ഹ്യൂമൻ ബീങ് നീലത്താമര ചെയ്യുന്ന മുമ്പ് സിനിമ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഓടുന്ന ആളായിരുന്നു. ഈവൻ മൈ ഫാമിലി വാസ് ലൈക്ക് ദാറ്റ്. അയ്യോ ഫിലിം ബാക്ക്ഗ്രൗണ്ടോ ഫിലിമോ അയ്യോ വേണ്ട അങ്ങനെ പറയുന്ന ആളാണ്. പക്ഷേ ഇവിടെയുള്ള പ്രൊഫഷണലിസം, ട്രസ്റ്റ് മീ, എനിക്ക് എൻ്റെ പാപ്പ ഒരു ജേർണലിസ്റ്റാണ്, അമ്മ ഒരു നേഴ്സാണ്. അപ്പോൾ അവർ എത്ര ലൈക്ക് ടൈമിംഗ് ഒക്കെ നോക്കുന്നത് അവരിനെക്കാട്ടും ഡിഫിക്കൽട്ട് ഒരു ജോബാണ് ഞങ്ങളുടെ. അതിനെക്കാട്ടിലും പ്രൊഫഷണലിസം ഇവിടെ ഉണ്ട്. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ഒരു ഷോ ബിസിനസ് ഗ്ലാമർ ഫീൽഡ് ആയതുകൊണ്ട് ആ പ്രൊഫഷണലിസം നമ്മൾ അത്രയും കാണുന്നില്ല. പക്ഷെ വി ഹാവ് 5 o'clock മോർണിംഗ് വേക്കപ്പ് കോൾ ആൻഡ് കോൾ ഷീറ്റ്, സോ മെനി പീപ്പിൾ. ഇപ്പം നമ്മൾ ഹീറോയിനെ കണ്ടിട്ട് പോവാണ്, പക്ഷേ ടു ബി വെരി ഫ്രാങ്ക് അവരല്ല മൂവിയുടെ സ്ട്രോങ് പോയിൻറ്റ്സ്. അതിൻ്റെ ലൈറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വരെ plays a huge important role in a cinema. ഒരു പടം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 100 പേർക്ക് അവരുടെ ഡെയിലി വേജസ് ആണ് മൂവി ഇൻഡസ്ട്രി. സോ ആരൊക്കെ ഇതിനെ ഒരു നെഗറ്റീവ് രീതി കാണുന്നുണ്ട്, ഐ വുഡ് റിക്വസ്റ്റ് ദം ടു നോട്ട് ടു തിങ്ക് ലൈക്ക് ദാറ്റ്, ബിക്കോസ് ഇറ്റ്സ് എ ഹ്യൂജ് ആർട്ട് ഫോം ആൻഡ് ഇറ്റ്സ് എ പ്രൊഫഷണൽ ആർട്ട് ഫോം. ഒരു വെറുതെ ഒരാൾ കഥ എഴുതിയിട്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്യല്ല. ഒരു കഥ എഴുതുകയാണെങ്കിൽ ചിലരൊക്കെ ഒരു വർഷം അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തിട്ടാണ് സ്ക്രിപ്റ്റിംഗ് ചെയ്യുന്നത്. ആൻഡ് അവർ സ്ട്രഗിൾ ചെയ്തൊരു പ്രൊഡ്യൂസറിനെ കൊണ്ടുവരുത്തുക, പിന്നെ ഒരു ആർട്ടിസ്റ്റിനെ സെലക്ട് ചെയ്യുക. ഇറ്റ്സ് എ ഹ്യൂജ് പ്രോസസ്സ്. അപ്പം എൻ്റെ പേഴ്സണലി ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് സിനിമ ഒരുപാട് മാറിയിട്ടുണ്ട്. നിലനിൽപ്പിനെ കുറിച്ച് ആശങ്കയുണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെ ഒരു ലൈക്ക് എൻ്റെ എക്സിസ്റ്റൻസിന് വേണ്ടി ഞാൻ എന്തെങ്കിലും എഫേർട്ടൊന്നും എടുക്കാറില്ല. ബിക്കോസ് എഫേർട്ട് എടുത്തിട്ട് only effort you have to take is on yourself. Like ഇപ്പം I know I am not a very good cinematic dancer. അപ്പം ഒരു സിനിമയിൽ ആസ് എ പെർഫോമർ വലിയ ഓക്കെ ആണെങ്കിലും ദർ ആർ എ ലോട്ട് ഓഫ് തിങ്സ്. ഒരു ആക്ട്രസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഓൺലി ഒരു ഇപ്പം ഒരു ക്യാരക്ടർ മാത്രമല്ല, ലൈക്ക് there's a lot of things on her. Looks, നമ്മൾ പറയും ലുക്സ് ഒട്ടും ഇമ്പോർട്ടൻ്റ് അല്ല, ആക്ടിങ് ഉണ്ടെങ്കിൽ അത് മതി. ബട്ട് ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ഇറ്റ്സ് എ ഷോ ബിസിനസ്. സോ ലുക്സ് ആണെങ്കിൽ യുവർ ആക്ടിങ് സ്കിൽസ് ഇംപ്രൂവ് ആവണം, യുവർ ഡാൻസ് ഷുഡ് ബി ഇംപ്രൂവ്ഡ്. യു ഷുഡ് ഇംപ്രൂവ് യുവർ സെൽഫ്. അല്ലാതെ അതിന് എൻ്റെ എക്സിസ്റ്റൻസിന് വേണ്ടി വേറെ എക്സ്റ്റേർണൽ ഫാക്ടറായിട്ട് ഒരു പണിയും ചെയ്തിട്ട് ഒരു കാര്യമില്ല. നമ്മൾ സ്വന്തമായിട്ട് എത്ര ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നു, അതെനിക്ക് തോന്നുന്നു ഏത് പ്രൊഫഷണലും അങ്ങനെയാണ്. എത്ര സ്വന്തമായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമോ അത്രയും നല്ലത് ഫോർ യുവർ ഓൺ സാറ്റിസ്ഫാക്ഷൻ. ബിക്കോസ് ഇപ്പം ഞാൻ പേഴ്സണലി അത്രയും ബെറ്റർ അല്ല, ആൻഡ് ഐ ഗെറ്റ് എ ക്യാരക്ടർ ടു ഡു. ഞാൻ ആ ക്യാരക്ടറിനെ കംപ്ലീറ്റ്ലി ജസ്റ്റിഫിക്കേഷൻ ചെയ്യാനും പറ്റില്ല. എന്നിട്ട് ഇരുന്ന് റിഗ്രെറ്റ് ചെയ്തിട്ട് കാര്യമില്ല. സോ തന്നെ ഇമ്പ്രൂവ് ചെയ്താൽ യു ക്യാൻ ഡു ജസ്റ്റിസ് ടു ദ റോൾ യു ആർ ഗെറ്റിംഗ്. ആൻഡ് അങ്ങനെ ആയാൽ യു വിൽ ഗെറ്റ് മോർ റോൾസ്. സോ അത്രേ ഉള്ളൂ. ഇന്നത്തെ ജനറേഷൻ നിൽക്കുന്നൊരു വ്യക്തിയായിട്ടാണ് ചോദിക്കുന്നത്, ഇന്നത്തെ ജനറേഷൻ്റെ ഒരു ഡ്രോബാക്ക് എന്താണ്? ഇതൊരു ഭയങ്കര സ്ട്രോങ് ക്വസ്റ്റ്യൻ ആയിപ്പോയി. ബിക്കോസ് ഞാൻ ഇപ്പോഴത്തെ ജനറേഷൻ്റെ ഒരു കുട്ടിയാണ്. അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ പേരൻസ് ഒരു 20 yearsൽ കണ്ടതിനെക്കാട്ടിലും കൂടുതൽ നമ്മൾ ബിക്കോസ് ഓഫ് ദ ഫെസിലിറ്റീസ് ആൻഡ് ഓൾ ദാറ്റ് നമ്മൾ കാണുന്നുണ്ട്. ആൻഡ് ദ കോമ്പറ്റീഷൻസ് വിച്ച് വി ആർ ഫേസിങ്. എൻ്റെ പപ്പ ഇപ്പം ഡൽഹി വന്ന സിറ്റുവേഷൻ അല്ല ഇപ്പം നമ്മൾ ജനിച്ച് വളർന്ന ഡൽഹി. അല്ലെങ്കിൽ എൻ്റെ ചേട്ടൻ ലൈക്ക് ഹീസ് ഓൺലി 1.5 years ഓൾഡർ ദാൻ മീ. പക്ഷേ അങ്ങേര് കോളേജിൽ അഡ്മിഷൻ എടുത്ത കട്ട് ഓഫ് അല്ല ഇപ്പോഴത്തെ കട്ട് ഓഫ്, കോളേജ് അഡ്മിഷൻ തന്നെയാണെങ്കിൽ. അപ്പം കോമ്പറ്റീഷൻ സിറ്റുവേഷൻസ് ഒക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. അപ്പം ഭയങ്കര സ്ട്രോങ് യൂത്താണ് നമ്മളുടെ ഇപ്പോഴത്തെ യൂത്ത്, ആൻഡ് വെരി ഇൻ്റലിജൻറ്റ്, വെരി ഫോക്കസ്ഡ്. ലൈക്ക് എനിക്കറിയാവുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ലൈക്ക് എൻ്റെ അമ്മമ്മയുടെ ഏജ് നോക്കുകയാണെങ്കിൽ
ഒരു മേജർ പാർട്ട് ഓഫ് മംസ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ പോകുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും നേഴ്സ് ആകുമ്പോൾ അല്ലേ. പക്ഷേ ദാറ്റ്സ് ബിക്കോസ് സേഫ് സൈഡ് കളിക്കുക. ബട്ട് റൈറ്റ് നൗ ജനറേഷൻ ഇസ് നോട്ട് തിങ്കിങ് ലൈക്ക് ദാറ്റ്. അവർ റിസ്ക് എടുക്കാൻ റെഡിയാണ്. അവർ ഐ മീൻ ഇത്രയും കോഴ്സസ് ഉണ്ട്, ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അവർ കണ്ടുപിടിച്ചിട്ട് ഫോട്ടോഗ്രാഫിയൊക്കെ ലൈക്ക് പ്രൊഫഷണലി എടുക്കാമെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബിഗ് ഹ്യൂജ് റിസ്ക്. അത് തയ്യാറായിട്ട് അത് സപ്പോർട്ട് ചെയ്യാൻ പേരൻസ് ഉണ്ട്. ദാറ്റ്സ് എ ഹ്യൂജ് തിങ്. അങ്ങനെയൊക്കെ പോസിറ്റീവാണ്. ഐ തിങ്ക് ഇറ്റ്സ് ക്വൈറ്റ് പോസിറ്റീവ്. പക്ഷേ അതിൽ ഞാൻ എൻ്റെ കാര്യം പറയാൻ, എൻ്റെ പേഴ്സണൽ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് ഇത്രയൊക്കെ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് നമുക്കെല്ലാം അറിയാവുന്നൊരു ഭാവമുണ്ട്. അത് യുനോ മോസ്റ്റ് ഓഫ് ദ ടൈം പൊള്ളിക്കും, ഇറ്റ് ബേൺസ് ആർ ഹാൻഡ്സ്. പക്ഷേ ചില കാര്യങ്ങളൊക്കെ നമ്മൾ അച്ഛൻ അമ്മ പറയുമ്പോൾ വി വുഡ് ബി ലൈക്ക് ഐ നോ ഇറ്റ് ഒരു തോട്ടുണ്ട്. പക്ഷേ ദർ ആർ ലോട്ട് ഓഫ് തിങ്സ് വിച്ച് വി ഡോണ്ട് നോ. പക്ഷെ അത് നമ്മൾ പഠിക്കുന്നതും എക്സ്പീരിയൻസും കൊണ്ടാണ്. ഐ മീൻ എൻ്റെ പപ്പ മമ്മി ആരും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ജനറേഷൻ്റെ ഏത് പേരൻസും ഇതൊന്ന് പറഞ്ഞാൽ ലൈക്ക് അത് ചെയ്യില്ല, അത് ചിലപ്പം കുഴപ്പമാണെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യും. അവർ ചെയ്തുകൊണ്ടാണ് അവർക്കറിയാവുന്നത്. അപ്പം നമ്മളും ചെയ്തേ പഠിക്കുകയുള്ളൂ. അപ്പം അങ്ങനത്തെ ഒരു ഡ്രോബാക്ക്. അല്ലാതെ ഐ ഡോണ്ട് തിങ്ക് ദെയർ ഇസ് എ പ്രോബ്ലം വിത്ത് അസ്. ഒരു വ്യക്തി എന്ന നിലയിൽ ഇന്നത്തെ ചുറ്റുപാടിൽ ഏത് കാഴ്ചകളാണ് അർച്ചനയെ അസ്വസ്ഥയാക്കുന്നത്? ഇപ്പോൾ ഞാൻ ദ സേഫ്റ്റി ബേസിക്കലി ഏത് ഏജ് ഗ്രൂപ്പ് ആണെങ്കിലും സേഫ്റ്റി ഫാക്ടർ ലൈക്ക് നമ്മൾ ഡെവലപ്ഡ് ആവുന്നുണ്ട്, ഭയങ്കരമായിട്ട് ഡെവലപ്പ് ആവുന്നുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഹേർട്ട് ചെയ്തൊരു ഫാക്ടർ എന്ന് വെച്ചാൽ ഈയിടെ ഉണ്ടായ ഒരു ട്രെയിൻ സിറ്റുവേഷൻ. ലൈക്ക് ദ ഗേൾ വാസ് raped and gone through a lot of suffering. And ആ ഒരു സിറ്റുവേഷൻ സംഭവിച്ചു. ഇപ്പോൾ അതിനെക്കുറിച്ച് ആരെന്ത് ഐ മീൻ ദർ ഇസ് നോ ടോക്ക് അബൌട്ട് ഇറ്റ്. ഇറ്റ്സ് സോ സാഡ്. ലൈക്ക് നമ്മൾ മീൻ ഇത്രയും ഒരു വലിയ ഇൻസിഡൻറ്റ്, അതിനെക്കാട്ടിലും വലിയത് സംഭവിക്കാനില്ല. അത്രയും വലിയൊരു കാര്യം സംഭവിച്ചിട്ടും വി ക്യാൻ ഈസിലി മൂവ് ഓൺ അല്ലേ. നമുക്ക് ഓക്കെ സംഭവിച്ചു ടീക്കെ. ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മളുടെ യൂത്ത് ആണോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം സംഭവിച്ചുകൊണ്ട് വേറൊരു ഗുണം ഉണ്ടായിട്ടുണ്ട്. നമ്മളുടെ പേരൻസൊക്കെ പെൺകുട്ടികളെ ട്രെയിനിൽ വിടാൻ കുറച്ചും കൂടെ വേണ്ട, ട്രെയിനിൽ പോകണ്ട അല്ലെങ്കിൽ തന്നെ പോകണ്ട. ഇപ്പോൾ പുറത്ത് സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ട് ആ സിറ്റുവേഷനാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ പെൺകുട്ടികളെ കുറച്ചും കൂടി ഉള്ളിലേക്ക് വീട്ടിൻ്റെ ഉള്ളിൽ പൂട്ടിയിടുക, അതാണ് നമ്മളുടെ ഇൻ്റലക്ച്വൽ തിങ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ബിക്കോസ് to a very large extent the women of India has come out and എല്ലാം കാര്യങ്ങൾ ഇപ്പോൾ എഡിറ്റർ തന്നെ ലൈക്ക് we have one of the best is a female. സോ അങ്ങനെ രീതിയിൽ നമ്മൾ മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ why is such a situation not handled? ലൈക്ക് എന്തുകൊണ്ട് ആൾക്കാർ ലൈക്ക് ഇതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഫീമെയിൽ സേഫ്റ്റി അല്ലെങ്കിൽ അവരുടെ ഡെവലപ്മെൻറ്റിനെ കുറിച്ചൊന്നും ഇപ്പം ഞാനിങ്ങനെ പറയുമ്പോൾ ആൾക്കാർ ഓർക്കും ഞാൻ ഫെമിനിസ്റ്റാണ്. അങ്ങനെയൊന്നും അല്ല. ലൈക്ക് ഈവൻ വി വോണ്ട് ടു മൂവ് ഫ്രീലി. ഈവൻ ഐ മീൻ എനിക്ക് എപ്പോഴും ഡൽഹിയിലൊക്കെ ട്രെയിനിൽ കയറി ബസ്സാണെങ്കിൽ ഇറ്റ്സ് എ മിക്സ്ഡ് അതാണ്. അല്ലെങ്കിൽ പെണ്ണുങ്ങൾ മുന്നിലോട്ട് പുറയിൽ ആൺപിള്ളേർ കയറുക അങ്ങനത്തെ അല്ല. നാട്ടിൽ നമുക്ക് അങ്ങനെ ഒരു സിസ്റ്റമാണ്. എനിക്കത് മനസ്സിലാവില്ലാത്തൊരു സിസ്റ്റം ആണ്. അവർ ഒരുമിച്ച് ട്രാവൽ ചെയ്താൽ എന്താ പ്രശ്നം എന്താണ്? ലൈക്ക് വൈ കാൺ ഐ മീൻ ഞാനിപ്പോൾ പറഞ്ഞ ചിലപ്പോൾ ഓവറായിപ്പോൾ വരികയെന്നുള്ളത് ഞാൻ പറയുന്നില്ല. പക്ഷേ ലൈക്ക് വൈ കാൺ എ ഗേൾ ആൻഡ് എ ബോയ് സിറ്റ് ടുഗെദർ? അത് അത്രയും പോലും ലൈക്ക് അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റിയാണ് ഇപ്പോഴത്തെ ജെൻസിനുള്ളത് എന്നാണ് എനിക്ക് മനസ്സിലാക്കുക. ഐ മീൻ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. പിന്നെ ഉള്ള കാര്യം എന്ന് വെച്ചാൽ there's a lot of things which is happening now and എല്ലാ കാര്യത്തിനെ കുറിച്ച് ഞാനിപ്പം വേർബൽ ആവാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷേ ഐ ഹോപ്പ് ദറ്റ് one day even if it's corruption which is a hot topic now we handle it in a very decent way like than the way we are doing it right now. And അങ്ങനെ എല്ലാ കാര്യങ്ങളും India should grow and that's all I want.
പ്രണയത്തെയും അതുപോലെ വിവാഹത്തെക്കുറിച്ചൊക്കെ ഉള്ളൊരു അർച്ചനയുടെ കാഴ്ചപ്പാടെന്നാണ്. ഇപ്പോൾ സ്വന്തം ജീവിതത്തിൽ അതിനെത്രത്തോളം ഒരു സ്ഥാനമുണ്ട്? വിവാഹത്തെക്കുറിച്ച് പറയാൻ ഞാനിപ്പം ഭയങ്കര ചെറിയൊരു കുട്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം. പിന്നെ പ്രണയത്തെക്കുറിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ ആസ് എ ഹ്യൂമൻ ബീങ്, ഞാൻ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ സിനിമയായിട്ട് ഭയങ്കര ഒരു ഇൻഫ്ലുവൻസ്ഡ് ആൾക്കാരാണ്. അപ്പോൾ സിനിമയിൽ നടക്കുന്ന പ്രണയമാണ് റിയൽ പ്രണയം എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്ന ഒരു യൂത്താണ് നമ്മൾ. ലൈക്ക് ഒരു ആൺകുട്ടിയാണെങ്കിൽ ഇങ്ങനെ പ്രപ്പോസ് ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ വന്ന്, പക്ഷെ അത് റിയൽ ലൈഫിൽ എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല. പിന്നെ ഓഫ് കോഴ്സ് റിലേഷൻഷിപ്സ് അല്ലെങ്കിൽ പ്രണയം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് എല്ലാ ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ലൈഫിൽ. ഇപ്പം ഏതെങ്കിലും ആൾ പറയുന്നുണ്ട് ഞാൻ വിശ്വസിക്കുന്നില്ല അല്ലെങ്കിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ഒരു അട്ടർ നോൺസെൻസ് ആണ്. ബിക്കോസ് മദർ ലവ് ഈസ് ഓൾസോ ലവ്, റൈറ്റ്? അപ്പം എല്ലാ രീതിയിലും നമ്മൾ ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. പക്ഷേ ഇപ്പം എന്നോട് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ ലൈഫിൽ പ്രണയം ഉണ്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും, ഐ ബിലീവ് ദാറ്റ് ദീസ് തിങ്സ് ഷുഡ് നോട്ട് ബി റഷ്ഡ്. നമ്മൾ ചെറുപ്പം മുതൽ അല്ലെങ്കിൽ ഒരു 11th സ്റ്റാൻഡേർഡിലാവുമ്പോൾ തന്നെ, ഇപ്പോഴത്തെ യൂത്തൊക്കെ 5th 6th അല്ലെങ്കിൽ 4th സ്റ്റാൻഡേർഡിൽ തന്നെ ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞ് ആ ഒരു ലെവലിലാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ ആസ് എ ഹ്യൂമൻ ബീങ് വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ കാര്യം പെർട്ടിക്കുലർലി ലവ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ മാരേജ് ഒരു റഷ്ഡ് ഫാക്ടറായിട്ട് എടുക്കില്ല. ബിക്കോസ് ഇറ്റ്സ് എ ലോങ് ടേം ഇഫ് യു ബിലീവ് ഇൻ ലോങ് ടേം. സോ സ്ലോ ആൻഡ് സ്റ്റഡി ആൻഡ് ബിലീവ് ദാറ്റ് ഈവൻ ഒരു 25 വയസ്സായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ വരും. അത്ര ഒരു ഫെയ്ത്ത് വെക്കുക. അതിൻ്റെ അപ്പുറം ഒന്നും പറയാൻ എനിക്ക് പ്രായമായിട്ടില്ല, ഒന്നും ആയിട്ടില്ല. ഐ എം നോട്ട് സെയിങ്. ഒരു സ്വയം വിലയിരുത്തൽ നടത്താൻ പറ്റുമെങ്കിൽ ഇപ്പോൾ അർച്ചന എന്ന് പറയുന്നൊരു വ്യക്തിയെക്കുറിച്ചും ഒരു അഭിനേത്രിയെക്കുറിച്ചും ഒക്കെ എന്ത് പറയാനുണ്ടാവും? അയ്യോ, ഇത് ഭയങ്കര ഇതിനെക്കുറിച്ച് എന്താ പറയുക, വ്യക്തി എന്ന നിലയിൽ എന്നെ ഡിഫൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ ഞാൻ പറയുക, ഞാൻ ഒരു സാധാരണ കുട്ടിയാണ്. ലൈക്ക് നോർമൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി. ഇപ്പോഴും എനിക്ക് ഒരു 1500 rupees എവിടെയെങ്കിലും സ്പെൻഡ് ചെയ്യണമെങ്കിൽ ഞാൻ 2 വർഷം ഇരുന്ന് ആലോചിക്കും, ഈവൻ ഇഫ് ഇറ്റ്സ് ഫോർ എ ഡ്രസ് ഓർ എനിത്തിങ്, ബിക്കോസ് ഐ കം ഫ്രോം ദാറ്റ് മിഡിൽ ക്ലാസ് ഫാമിലി. ആൻഡ് ഞാൻ ഭയങ്കര ഫാമിലി ആയിട്ട്, ലൈക്ക് ഫോർ മീ മൈ ഡാഡ് ആൻഡ് മൈ മം ആൻഡ് മൈ ബ്രദർ ആൻഡ് മൈ എൻറ്റയർ ഫാമിലി, ഒരു പപ്പയ്ക്ക് തന്നെ ഒരു 10 siblings ഉള്ളത്. അപ്പോൾ അവരുടെ പിള്ളേർ എല്ലാവരുമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ഒരു ഹ്യൂമൻ ബീയിങ് ആണ്. സോ ആസ് എ ഹ്യൂമൻ ബീയിങ് ഐ എം വെരി ഇമോഷണൽ ആൻഡ് വെരി അറ്റാച്ച്ഡ്. പ്രൊഫഷണലി ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഐ ഹാവ് എ ലോട്ട് ടു ലേൺ. ആൻഡ് of course ഞാൻ കുറേ മിസ്റ്റേക്സ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇഫ് ഐ ഹാവ് ഡൺ എനിത്തിങ് ഗുഡ് ഓൺ സ്ക്രീൻ, എനിത്തിങ്, it's purely because of the directors I have worked with. Has nothing to do with me. So of course ഞാൻ ഇനി ആസ് എൻ ആക്ടർ ഇപ്പം ലൈക്ക് എൻ്റെ കയ്യിൽ നിന്നിട്ട് പെർഫോം ചെയ്യാൻ ആ ലെവലിൽ ഗ്രോ ആവട്ടെ എന്ന് I can work on myself. Other than that, I'm learning.